തിരുവനന്തപുരം വാമനപുരത്താണ് മരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു പോയത്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്കാണ് ഇനി. ഒരു മാസത്തോളമായി രണ്ട് മരങ്ങൾ അപകടാവസ്ഥയിൽ ഞങ്ങളെ വീടിന്റെ മേൽക്കൂരയ്ക്ക് മേഖലയിൽ ചാഞ്ഞ് ഇതേപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ തൊട്ട് അയൽവാസിയുടെ വീട്ടിലെ പെരയിടത്തിലെ മരമാണ് അത്. അയാളുടെ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ് പഞ്ചായത്തിൽ 2-3 മാസമായി പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. അവരെല്ലാം വന്ന് നോക്കിയിട്ട് മുറിച്ച് മാറ്റാമെന്നല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ പഞ്ചായത്തിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പറഞ്ഞിട്ട് പോലും അവരൊരു ഇതില്ല. ഇന്നിപ്പോൾ മരം വന്ന് വീണ് എൻ്റെ വീട്ടിൽ പകുതി ഭാഗവും തകർന്നു പോയി. ഇപ്പം എനിക്കും രാത്രിയിൽ എൻ്റെ കൊച്ചിനൊക്കെ കിടക്കാനായിട്ടൊരു സ്ഥലമില്ലാതെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. വിനേഷ് തുടരുകയാണ്. വിനേഷ്, വലിയ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്രയധികം പരാതികൾ നേരത്തെ പറഞ്ഞിട്ടും ഇത് മുൻകൂട്ടി കണ്ടിട്ടും അതിലൊരു നടപടി ഉണ്ടായില്ലല്ലോ. സൃഷ്ടിച്ച അത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു അനാസ്ഥയിലേക്കാണ്. നമ്മളുടെ പഞ്ചായത്താണെങ്കിലും വില്ലേജ് ഓഫീസർമാരാണെങ്കിലും ഇവരെല്ലാം തന്നെ കൃത്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ യഥാസമയം തന്നെ അത് മുറിച്ചു മാറ്റാനുള്ള നടപടി ഉണ്ടാകണം. സാധാരണ നിലയിൽ നമ്മുടെ വീടിന് പരിസരത്ത് ഒരു കാട് മൂടിക്കിടക്കുകയാണെങ്കിൽ പോലും ആ കാട് വെട്ടുന്നതിന് പഞ്ചായത്തിൽ ഒരു സംവിധാനമുണ്ട്. ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകി കഴിഞ്ഞാൽ ആ കാട് വെട്ടി മാറ്റുന്നതിന് പോലും നമ്മളെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത്ര ഭീഷണി ഉയർത്തുന്ന ഒരു മരം സുഭദ്രയുടെ വീടിന്റെ മുകളിൽ 2 മരമുണ്ട്. 2 മരം, അതായത് ഒരു ആഞ്ഞിലി മരവുമുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു അക്കേഷ്യ മരവുമുണ്ട്. ഈ 2 കൂറ്റൻ മരങ്ങൾ ഉണ്ടായിട്ടും ഇത് ഭീഷണി ഉയർത്തുന്നുവെന്ന് നിരവധി തവണ അറിയിച്ചിട്ടും അയൽവാസി ഇത് മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ നമ്മുടെ പഞ്ചായത്ത് സംവിധാനവും ഇതിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. എന്തായാലും ആ സമയം ഈ സുഭദ്രയുടെ 2 മക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മക്കൾ വീടിനകത്തുണ്ടായിരുന്നു. 14ഉം 16ഉം വയസ്സുള്ള ഈ സുഭദ്രയുടെ 2 പേരക്കുട്ടികളാണ് ഉണ്ടായത്. അവർ തലനാഴിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്കൊരു ആശ്വാസം നൽകുന്ന കാര്യം. എന്തായാലും ഇത്തരം ഈ ഒരു അനാസ്ഥ തുടർന്ന പഞ്ചായത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ മരം വെട്ടിമാറ്റാൻ തയ്യാറാകാത്ത അയൽവാസിക്കെതിരെ കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. വളരെ വ്യക്തമാണ്. എന്തായാലും ഇന്നിപ്പോൾ എങ്ങോട്ട് പോകണം, ഇനിയിപ്പോൾ ഏത് വീട്ടിൽ കഴിയണമെന്നൊന്നും അറിയില്ല എന്ന് അവർ തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. സുഭദ്ര, കളമശ്ശേരി സ്വദേശി സുഭദ്രയ്ക്കാണ് ഈ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. അത് നിരന്തരം അധികൃതരെ ബന്ധപ്പെട്ടു, പക്ഷേ എന്നിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സങ്കടകരം തന്നെയാണ്. മരത്തേക്കാൾ വലുതാണ് മനുഷ്യജീവൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് കൂടെ എല്ലാവരും പരിഗണിക്കും എന്ന് കരുതാം. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.